കടുത്ത മത്സരം നടക്കുന്ന പേരാവൂരിൽ നോക്കി ഷാഫി ഒന്നേ പറഞ്ഞോളൂ. വടകരയിൽ നടത്തിയ നാടകം എവിടെയും ആവർത്തിക്കരുത്. പാർലമെന്റ് തിരഞ്ഞെടുപ്പിൽ കെ ശൈലജ ഷാഫിക്കെതിരെ മത്സരിച്ചപ്പോൾ CPM സൈബർ പോരാളികൾ ചേർന്നൊരു നാടകം നടത്തി. LDF സ്ഥാനാർത്ഥി കെ ശൈലജയെ കാഫിർ എന്ന് വിശേഷിപ്പിച്ച് ലീഗ് പോസ്റ്റർ ഇറക്കി. CPM തന്നെ നടത്തിയ നാടകം അവർക്ക് തന്നെ തിരിച്ചടിയാവുകയായിരുന്നു. ഈ പോസ്റ്റർ നിർമ്മിച്ചത് മുസ്ലിം യൂത്ത് ലീഗ് നേതാവ് PK മുഹമ്മദ് കാസിമാണ് എന്നായിരുന്നു CPM നേതാക്കളടക്കം പ്രചരിപ്പിച്ചിരുന്നത്. പിന്നീട് കാസിം അല്ല സ്ക്രീൻഷോട്ടിന് പിന്നിലെന്ന് പോലീസ് റിപ്പോർട്ട് പുറത്തു വന്നിരുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് പടർന്ന് പന്തലിച്ചതോടെ ശൈലജ തോറ്റ് തൊപ്പിയിട്ടു. അത് പേരാവൂരിൽ ആവർത്തിക്കരുതെന്ന താക്കീതാണ് ഷാഫി നൽകുന്നത്. കഴിഞ്ഞ ദിവസം പേരാവൂരിൽ സണ്ണി ജോസഫിന്റെ പ്രചാരണ ജാഥയിൽ പ്രസംഗിക്കവെയാണ് ഷാഫി ഇതെല്ലാം പറഞ്ഞത്. അക്കൂട്ടത്തിൽ CPMനെ പ്രതിരോധത്തിലാക്കിയ അൻവറിനെ കുറിച്ചും ഐഷ പോറ്റിയെ കുറിച്ചും ഷാഫി പറയുകയുണ്ടായി. ഐഷ പോറ്റിയും PV അൻവറും ഇപ്പോൾ എവിടെ? പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പോലും ആഗ്രഹിക്കുന്നത് UDF വിജയം എന്നാണ് ഷാഫി പ്രസംഗിച്ചത്. കൂടാതെ സണ്ണി ജോസഫിനെ കുറിച്ച് പറഞ്ഞ അദ്ദേഹം നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പേരാവൂർ മണ്ഡലത്തിൽ നിന്നും വൻ ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്ന് UDF സ്ഥാനാർത്ഥിയും സിറ്റിംഗ് MLAയുമായ സണ്ണി ജോസഫ്. 5 അക്ക ഭൂരിപക്ഷത്തിൽ ജയിക്കുമെന്നും അടുത്ത സർക്കാരിനെ നയിക്കുന്ന മുഖങ്ങളിൽ ഒന്നായിരിക്കും സണ്ണി ജോസഫിന്റേത് എന്നായിരുന്നു ഷാഫി പറമ്പിൽ MP-യുടെ പ്രതികരണം. ഇരട്ടിയിൽ വെച്ച് നടന്ന റോഡ് ഷോയ്ക്കിടെയായിരുന്നു ഷാഫി വിജയത്തേരിലേറിക്കൊണ്ട് പറഞ്ഞത്. മുൻ MLA ആയിരുന്ന ഐഷ പോറ്റിയും സിറ്റിംഗ് MLA ആയിരുന്ന അൻവറും UDF ക്യാമ്പിലെത്തിയത് CPMന് ഇരുട്ടടി തന്നെയാണ്. കേരള രാഷ്ട്രീയം കനത്ത ട്വിസ്റ്റിൽ ആർപ്പ് വിളിക്കുകയാണ് UDF ക്യാമ്പ്. നമുക്ക് ഷാഫി നടത്തിയ പ്രസംഗത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. നമ്മുടെ പഴയ S രാജേന്ദ്രൻ ഇപ്പൊ എവിടെയാ? CPMന്റെ ഇടുക്കി ജില്ലയിലെ MLA ആയിരുന്ന S രാജേന്ദ്രൻ ഇപ്പൊ ഏത് പാർട്ടിയിലെന്തേട്ടാ? BJP-യിൽ MLA ആയിരുന്നില്ലേ? നിങ്ങൾ കണ്ടതല്ലേ? ഐഷ പോറ്റി എവിടെയാ ഇപ്പോ? എവിടെയാ? PV അൻവർ ഇപ്പൊ എവിടെയാ? ഒന്നും വേണ്ട. ഇപ്പോഴുള്ള സിറ്റിംഗ് MLA CC മുകുന്ദൻ മാലയിട്ട് സ്വീകരിച്ച് എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? എവിടെ പോയിട്ടാ മത്സരിക്കുന്നത്? അപ്പൊ നിങ്ങൾ കാണുന്നുണ്ട് നമ്മുടെ ചുറ്റുവട്ടത്ത്, നിങ്ങൾ കാണുന്നുണ്ട് കാര്യങ്ങൾ. ഇനി അത് മാത്രമാണോ? നിങ്ങൾ പരിശോധിച്ചോ? ഇപ്പൊ കണ്ണൂർ ജില്ലയിൽ ഇപ്പൊ നമ്മുടെ പരസ്യങ്ങൾ, നമ്മുടെ പ്രശ്നങ്ങൾ, നമ്മുടെ വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ പറയുന്നുണ്ട്, പറഞ്ഞോട്ടെ, പ്രശ്നമല്ല. പക്ഷെ കണ്ണൂർ ജില്ലയിലെ കാര്യങ്ങളോ? നിങ്ങൾ കണ്ണൂർ ജില്ലയിൽ നിങ്ങൾ അറിയാം, നമ്മളിപ്പോ സ്ഥാനാർത്ഥി പട്ടികയെ സംബന്ധിച്ച് പറഞ്ഞു ഇച്ചിരി വൈകി. അത് നമുക്ക് പറയാതിരിക്കാനൊന്നും പറ്റൂല, ഇച്ചിരി വൈകി. പക്ഷെ പ്രസിഡന്റ് സ്ഥാനാർത്ഥികളെ എല്ലാം കൂടെ നേരത്തെ പ്രഖ്യാപിച്ചിരുന്നെങ്കിൽ ചിലപ്പം പയ്യന്നൂരിലും തളിപ്പറമ്പിലും ഒക്കെ സ്ഥാനാർത്ഥി നമുക്ക് പിൻവലിക്കേണ്ടി വന്നേനെ എന്നുള്ള അവസ്ഥയും അവിടെ നിൽക്കുന്നുണ്ട്. നിങ്ങൾക്കറിയാം അതിന്റെ കാര്യങ്ങൾ. കാരണം എന്താ? ഒരു പൊളിറ്റിക്കൽ ഡെവലപ്മെന്റ്സിനോട് നമുക്ക് പ്രതികരിക്കേണ്ടതായിട്ട് വന്നു. ഇപ്പം സുധാരേട്ടന്റെ പേരിൽ പല വാർത്തകളും ഉണ്ടാക്കി. പക്ഷെ തിരിച്ച് നിങ്ങൾ ഒരു കാര്യം ആലോചിച്ച് നോക്കുക. അപ്പുറത്ത് തളിപ്പറമ്പിൽ പത്രസമ്മേളനം നടത്തിയപ്പോൾ TK ഗോവിന്ദൻ എന്ന് പറയുന്ന CPM നേതാവ് പറഞ്ഞത് എന്താ? 10-75 വയസ്സിനിടക്ക് 50 വർഷത്തെ പാർട്ടി പ്രവർത്തന പരമ്പരക്കൊടുവിൽ ഒരിക്കൽ പോലും ഒരു വാക്ക് എന്റെ പാർട്ടിക്കെതിരായി ഞാൻ പുറത്തു പറയേണ്ടി വന്നിട്ടില്ല. പക്ഷെ ഗോവിന്ദ മാഷും ഭാര്യയൊക്കെ കൂടെ നടത്തുന്ന പാർട്ടിക്കകത്തെ സ്വജനപക്ഷപാതം, ആ സ്വജനപക്ഷപാതത്തെ കുറിച്ച് പറഞ്ഞപ്പോ 3 ടേം ഗോവിന്ദ മാഷ് പിന്നെ ഭാര്യ എന്നൊക്കെ പറഞ്ഞ് അവര് പറഞ്ഞു വെച്ചൊരു വാചകമുണ്ട്. എന്താ വാചകം? പാർട്ടിക്കകത്ത് 2 വിഭാഗമായിട്ട് മാറുന്നു. ഒന്ന് ഭരണത്തെ മാത്രം സ്നേഹിക്കുന്നവർ, മറ്റൊന്ന് പാർട്ടിയെ സ്നേഹിക്കുന്നവർ. ആ പാർട്ടിയെ സ്നേഹിക്കുന്നവരെന്ന് പറയുന്നവർ അവരിപ്പോ പറയുന്നു, ഞങ്ങളുടെ പാർട്ടിയെ നേതാക്കന്മാര് തിരുത്തുമെന്ന് ഞങ്ങൾ കരുതുന്നില്ല, അത് ജനങ്ങളും പ്രവർത്തകരും തിരുത്തും. പാർട്ടിയെ സ്നേഹിക്കുന്ന സഖാക്കൾ പോലും ഇത്തവണ ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് പിണറായി വിജയനോ അയാളുടെ ഗവൺമെന്റോ അല്ല, ജയിക്കണമെന്ന് ആഗ്രഹിക്കുന്നത് ഐക്യ ജനാധിപത്യ മുന്നണിയാണ് എന്നുള്ളത്